സാർ ഒരു മിനിറ്റ്. ഹോമം തീരുന്ന സമയത്ത് വീട്ടുകാർ മാത്രം മതിയെന്ന തന്ത്രി പറയുന്നത്. അതെന്താ ഇനി അങ്ങനെ? ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നാ ചിലപ്പോ ചാടി പിടിക്കുന്നത് ആ രൂപത്തിലേക്കായിരിക്കില്ല, നമ്മളിലേക്കായിരിക്കും. അയ്യോ, എന്നാ പിന്നെ പോകുന്നതാണ് നല്ലത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, എല്ലാരും പിരിഞ്ഞു പോകൂ. അല്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോവാം. പോകോ 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 പോ പോ. അമ്മയെ വിളിച്ച് ഇവിടെ ഇരുത്താ. ഞാൻ വരില്ല. നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കർമ്മം നടത്തുമ്പോ ഞാൻ വരാം. നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്കതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? സരസു, ഇരിക്കമ്മേ. ഒന്ന് വന്നേ. അതെ, അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തോണ്ട. സാരല്ല, പ്രായശ്ചിത്തം കഴിച്ച് നല്ലൊരു ദിവസം അറിയിച്ചാ മതി, ഞങ്ങൾ വരാം. അമ്മേ, എന്നാ വരട്ടെ. സരസു, സരസു, അമ്മേ, അമ്മേ. വിനയ, അമ്മ മിണ്ടുന്നില്ല. എനിക്ക് പേടിയാവുന്നു. തല ചുറ്റിയതാ, അല്പ കഴിയുമ്പോ ശരിയായിക്കോളും. ഈശ്വര, അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു ഡോക്ടർ, ഞാൻ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഭാഗ്യം. ഡോക്ടർ ആശുപത്രി പോണ വഴിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. കുറച്ചു നേരം ഉറങ്ങട്ടെ. ഒരു ഫുൾ ചെക്കപ്പ് വേണ്ടി വരും. ഉണരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഉണ്ടാ ഡോക്ടർ? ഞാൻ എടുത്തോളാം. ചേട്ടൻ കൂടെ ആശുപത്രി വെച്ചില്ലേ? വേണ്ട പറഞ്ഞു. അച്ഛാ, അച്ഛാ, മോനെ. സാരമില്ല, സരസുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ എന്തിനാ ചാടത്തുള്ളി ഇങ്ങോട്ട് പോകുന്നത്? അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. നാട്ടുകാരും വീട്ടുകാരും എല്ലാവർക്കും എന്റെ സമാധാനം കളയണമെന്നല്ലേ ഉള്ളൂ. എന്ത് സമാധാനമാണ് നിനക്ക് വേണ്ടത്? അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണോ? കൊന്ന ഈ വീട്ടിനകത്ത് നീ കുഴിച്ചു മൂടുമോ? മതി, ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കാം. ജയിലെങ്കിൽ ജയിൽ, ഇതിലും ഭേദമാ. അത് ഏറ്റം മാത്രം തീരുമാനിച്ചാ പോരാ, എനിക്ക് എന്റെ നിലനിൽപ്പ് കൂടി നോക്കണം. നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന് നീ കരുതുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ തന്ന ദാനമാണത്. ഇവനത് കിട്ടിയാലേ കുടുംബ രക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ. ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛൻ ഈ ഗതി വരില്ലായിരുന്നു. അമ്മ തളർന്ന് വീടില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. നിർത്ത്! എന്റെ പേരും പറഞ്ഞ് ആരോട് ശബ്ദിച്ചു പോരുത്. ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കളുണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ ഞങ്ങൾ തല്ലി ഓടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരാളെ കൊല്ലും. അച്ഛാ, ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ
പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച നിമിഷമില്ലേ, അന്ന് മുതൽ ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള്, അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകിയല്ലേ. നന്ദി. നിനക്ക് ഇൻഷുറൻസിന്റെ പണം വേണമല്ലേ? കിട്ടും. പക്ഷെ നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛന്റെ ദാഹം നീ തന്ന 2 ബക്കറ്റ് വെള്ളം കുടിച്ചിട്ട് മാറിയില്ലല്ലോ മോളെ. നീ വിഷമിക്കണടാ. നിനക്ക് നിന്റെ ജോലി തുടരാം, വിവാഹം കഴിക്കാം. അച്ഛൻ ഒന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഒരു നല്ല ജോലി ഞാൻ ആഗ്രഹിച്ചു പോയി. എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ചെയ്ത തെറ്റിന് അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. എന്നെ ശാപിക്കരുത്. തൃപ്തിയായി. ഏതോ ഒരു ശക്തി നിന്നെ കൊണ്ട് ഇത് പറയിച്ചല്ലോ, അത് മതി. ഇനി ആർക്കും ഉപദ്രവം ഇല്ലാതെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അച്ഛൻ കഴിഞ്ഞോളാം. നീ വിഷമിക്കണ്ട. എന്നെ തനിച്ചാക്കിയിട്ട് പോവാ? എവിടേക്കാണെങ്കിലും ഞാനും ഉണ്ട്.